നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. വിളവെടുപ്പിന് ഭാഗമായി നേര്യമംഗലത്തെ എള്ള് കൃഷി പൂക്കളാൽ സമൃദ്ധമായി മനോഹര കാഴ്ചയൊരുക്കി എള്ളുപാടം. ക്രിസ്മസിനെ വരവേറ്റ് നാട്, സ്കൂളുകളിൽ ആഘോഷം സംഘടിപ്പിച്ച വിദ്യാർത്ഥികൾ. പത്തനംതിട്ട നഗര സൗന്ദര്യവൽക്കരണത്തിന് തുടക്കം, ബഹുജന പങ്കാളിത്തത്തോടെ പദ്ധതി. മൂന്നാർ ഗവൺമെന്റ് കോളേജ് പുനർനിർമ്മാണത്തിന് വഴിയൊരുങ്ങുന്നു, മണ്ണ് പരിശോധനയ്ക്ക് തുടക്കം. കോളേജ് തകർന്നത് മഹാപ്രളയത്തിൽ. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പത്തനംതിട്ട നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരത്തെ സൗന്ദര്യവൽക്കരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. നഗരത്തിലെ പാതയോരങ്ങളിലെ കൈവരികളിൽ ചെടികൾ സ്ഥാപിച്ച് മനോഹരമാക്കിയാണ് നഗരത്തെ സൗന്ദര്യവൽക്കരിക്കുന്നത്. ബഹുജന പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷൻ മുതൽ ജനറൽ ആശുപത്രി വരെയുള്ള റോഡിന്റെ വശങ്ങളിലാണ് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ചെടികൾ സ്ഥാപിച്ചത്. റോഡിന്റെ കൈവരികൾ പെയിന്റ് ചെയ്ത് മനോഹരമാക്കി. പ്രത്യേകം തയ്യാറാക്കിയ ഇരുമ്പ് ബക്കറ്റിലാണ് ചെടികൾ സ്ഥാപിച്ചിട്ടുള്ളത്. നഗരത്തെ മാലിന്യമുക്തമാക്കി പൊതുയിടങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യമാണ് സൗന്ദര്യവൽക്കരണത്തിലൂടെ നഗരസഭ ലക്ഷ്യമിടുന്നത്. പത്തനംതിട്ട നഗരസഭയും ഹരിത നഗരമാക്കി നഗരത്തെ മാറ്റുക എന്ന ഉദ്ദേശത്തോടുകൂടി ഈ പദ്ധതി ഏറ്റെടുത്തതാണ്. ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയോടുകൂടി ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സൗന്ദര്യവൽക്കരണം നടത്തുക എന്നുള്ളതാണ്. നഗര സൗന്ദര്യവൽക്കരണത്തിൽ കോളേജ് വിദ്യാർത്ഥികളും വ്യാപാരികളും പങ്കാളികളായി. ഒരു 100-ൽ പകരം NSS യൂണിറ്റിന്റെ വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു. അവർ കൂടിയാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒരു കൂട്ടായ ഫലമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ സന്തോഷത്തിന് കാരണമായത്. 500ഓളം ചെടികൾ 5 ലക്ഷം രൂപ മുടക്കിയാണ് റോഡിന്റെ വശങ്ങളിലെ പാതകളിൽ സ്ഥാപിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ നിർവഹിച്ചു. ചെടികളുടെ പരിപാലനം നഗരസഭയ്ക്കാണെങ്കിലും സംരക്ഷണം വ്യാപാരികൾക്കാണ്. ന്യൂസ് 18 പത്തനംതിട്ട. കേക്ക് മുറിച്ചും നൃത്തം ചെയ്തും കുട്ടികളുടെ ക്രിസ്മസ് ആഘോഷം. കൊട്ടാരക്കര വിമലാംബിക LPS സ്കൂളിലെ കുട്ടികളും അധ്യാപകരുമാണ് ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത്. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ക്രിസ്മസ് ആഘോഷിച്ചത്. ചുവന്ന വസ്ത്രം ധരിച്ചും കേക്ക് മുറിച്ചും നൃത്തം ചെയ്തുമായിരുന്നു ക്രിസ്മസ് ആഘോഷം. സ്കൂൾ മുറ്റം നിറയെ കുഞ്ഞു സാന്റോക്ലോസും മാലാഖമാരും ആട്ടിടയന്മാരുമൊക്കെ നിറഞ്ഞതോടെ കാഴ്ചകൾ കൗതുകമായി. ക്രിസ്തുമസ് സന്ദേശം നൽകുന്ന ബൈബിൾ കഥാസന്ദർഭങ്ങളെ ആധാരമാക്കി വിദ്യാർത്ഥികൾ സ്കിറ്റുകളും അവതരിപ്പിച്ചു. പരിപാടിക്ക് ശേഷം കേക്കുകൾ മുറിച്ച് മധുരം പങ്കുവച്ചാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത്. ന്യൂസ് 18 കൊട്ടാരക്കര. ചിത്രരചനയിൽ ശ്രദ്ധേയനായി കാസർകോട്ടെ BM ബഷീർ. ജീവൻ തുടിക്കുന്ന നിരവധി ചിത്രങ്ങളാണ് ഇദ്ദേഹം ക്യാൻവാസിൽ വരയ്ക്കുന്നത്. 17 വർഷമായി ചിത്രകലാരംഗത്ത് സജീവമാണ് BM ബഷീർ. കാസർകോട്ടെ കുൽസു ആർട്സിലായിരുന്നു ചിത്രകലാ പരിശീലനം. ഇതിനോടകം നിരവധി ചിത്രങ്ങളാണ് ബഷീർ ക്യാൻവാസിലാക്കിയത്. ചരിത്ര സ്മരണകളെരമ്പുന്ന മാലിക് ദീനാർ പള്ളിയുടെ ചിത്രവും ഓടക്കുഴലേന്തിയ ഉണ്ണിക്കണ്ണന്റെ ചിത്രവും ഏറെ ആകർഷകമാണ്. അക്രലിക് പോസ്റ്റർ കളർ ഉപയോഗിച്ചാണ് മനോഹരങ്ങളായ ചിത്രങ്ങൾ ഒരുക്കുന്നത്. ബഷീർ വരച്ച MA യൂസഫ് അലിയുടെ ചിത്രമാണ് ശ്രദ്ധേയമായത്. യൂസഫ് അലിയെ ഏറെ ഇഷ്ടപ്പെടുന്ന ബഷീർ സ്വന്തമായി തീമുണ്ടാക്കിയാണ് ഈ ചിത്രം ക്യാൻവാസിലാക്കിയത്. 14 ദിവസമെടുത്താണ് 3 അടി നീളവും 2 അടി വീതിയുമുള്ള ക്യാൻവാസിൽ യൂസഫ് അലിയുടെ ചിത്രം വരച്ചത്. ചിത്രം യൂസഫ് അലിക്ക് നേരിട്ട് കൈമാറണമെന്നാണ് ബഷീറിന്റെ ആഗ്രഹം. ഞാൻ കാസർഗോഡ് കുൽസു ആർട്സിൽ നിന്നാണ് ഈ ആർട്ട് വർക്കൊക്കെ പഠിച്ചത്. അവിടെ ഒരു 10-12 വർഷത്തോളം ഞാൻ അവിടെ പഠിച്ചിട്ട് അവിടെ തന്നെ വർക്ക് ചെയ്തിരുന്നു. ഈ ചിത്രം ഞാൻ യൂസഫ് അലി സാറിന് കൊടുക്കാൻ വേണ്ടി നല്ലൊരു വെറൈറ്റിയോട് കൂടിയാണ് വരച്ചത്.
ചിത്രകാരന് പുറമെ അറിയപ്പെടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് ബഷീർ. വാൾ പെയിന്റ്, 3D ഡിസൈനിങ്ങിലും ബഷീർ വിസ്മയങ്ങൾ തീർക്കുന്നു. കലയ്ക്കായി ജീവിതം ഉഴിഞ്ഞുവെച്ചെങ്കിലും ഈ ചിത്രകാരന് സ്വന്തമായി വീടില്ല. മറ്റൊരാളുടെ സഹായത്തോടെയുള്ള വീട്ടിലാണ് കുടുംബവുമൊത്ത് താമസം. കലാപ്രവർത്തനങ്ങൾക്ക് കുടുംബം പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. കാർഷിക കേരളം. എറണാകുളം നേര്യമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ കൃഷി ചെയ്ത എള്ള് വിളവെടുപ്പിന് ഭാഗമായി പൂവും കായുമായി വിളഞ്ഞു നിൽക്കുന്ന എള്ളും പാടും മനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിൽ നേര്യമംഗലത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ കൃഷിത്തോട്ടത്തിലെ എഫ് ബ്ലോക്കിൽ 1.5 ഏക്കറിലാണ് എള്ള് കൃഷി ചെയ്തത്. വിളവെടുപ്പിന് പാകമായി കൊണ്ടിരിക്കുന്ന എള്ളുചെടികൾ പൂത്തുലഞ്ഞ് വെള്ളപ്പൂക്കളുടെ വസന്തകാലം തീർത്തിരിക്കുകയാണ്. ജില്ലാ കൃഷിത്തോട്ടം സൂപ്രണ്ട് സൂസൻ ലീ തോമസ്, കൃഷി ഓഫീസർ ശില്പ എന്നിവരുടെ നേതൃത്വത്തിൽ എഫ് ബ്ലോക്കിലെ തൊഴിലാളികളാണ് എള്ള് കൃഷിയുടെ പരിപാലനം ഏറ്റെടുത്തിരിക്കുന്നത്. കാട് പിടിച്ചുകിടന്ന സ്ഥലം ഉഴുതുമറിച്ച് കൃഷിക്ക് അനുയോജ്യമാക്കിയത് 3 മാസങ്ങൾക്ക് മുൻപാണ്. വിതച്ച് 3 മാസത്തിനകം വിളവെടുക്കാമെന്നതാണ് എള്ള് കൃഷിയുടെ പ്രത്യേകത. കാരെള്ളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഏപ്രിൽ മാസങ്ങളിലാണ് എള്ള് വിതയ്ക്കേണ്ട സമയം. 1 ഏക്കർ സ്ഥലത്തേക്ക് 1.5 കിലോ തൊട്ട് 2 കിലോ വരെ എള്ള് വിത്ത് ഇതിന് ആവശ്യമാണ്. നമ്മൾ ഈ എള്ള് നടാനായിട്ട് ആദ്യം തന്നെ നിലം 2 പ്രാവശ്യം ഉഴുത് നിലമൊരുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ എള്ള് പാകുകയാണ് ചെയ്യേണ്ടത്. അന്യം നിന്നു പോകുന്ന എള്ള് കൃഷിയെ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ കൃഷിത്തോട്ടത്തിൽ എള്ള് കൃഷി ചെയ്തതെന്നും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന എള്ള് കർഷകർക്ക് വിത്തായും എള്ളെണ്ണ, പലഹാരങ്ങൾ എന്നിവയും നിർമ്മിച്ച് കൃഷിത്തോട്ടത്തിലെ തന്നെ വിപണന കേന്ദ്രം വഴി വിറ്റഴിക്കുമെന്നും സൂപ്രണ്ട് അറിയിച്ചു. അന്യം നിന്ന് പോകുന്ന ഒരു കൃഷി രീതി ആയതുകൊണ്ട് അതിനെ തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിവിടെ എല്ലാം കൃഷി ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പുറകിൽ ബ്ലോക്ക് തലത്തിലുള്ള ഉദ്യോഗസ്ഥരും തൊഴിലാളികളും കഠിനാധ്വാനം തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വിളവെടുക്കുന്ന എള്ള് നമുക്ക് എണ്ണയായിട്ടും എള്ളായിട്ടും തന്നെ നമ്മുടെ വിപണന കേന്ദ്രം വഴി വിൽപ്പന നടത്തുന്നതിനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് 18 നേര്യമംഗലം. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ സ്വന്തം ഭൂമിക്ക് പട്ടയം ലഭിച്ചിട്ടും പോക്കുവരവ് നടത്താനാവാതെ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഇടുക്കി വണ്ടിപ്പെരിയാറിലെ 28 കുടുംബങ്ങൾ. പട്ടയം ലഭിച്ചിട്ട് 7 മാസമായെങ്കിലും പോക്കുവരവ് നടന്നിട്ടില്ല. 2 വില്ലേജുകളിലായി കിടക്കുന്ന ഭൂമിയുടെ സർവേ നടപടികൾ പൂർത്തീകരിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് റവന്യൂ വകുപ്പിന്റെ വിശദീകരണം. നീണ്ട വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ മെയ് 10 ഇടുക്കിയിൽ നടന്ന പട്ടയമേളയിലാണ് ഈ 28 കുടുംബങ്ങൾക്കും പട്ടയം ലഭിച്ചത്. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും പോക്കുവരവ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇതിനായി സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് ഇവർ. അവർ പറയുന്നത് 75 ഏക്കർ സ്ഥലം ഒരാളുടെ പേരിലാണ് കിടക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ഇതേക്കുറിച്ച് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ലല്ലോ. ഞങ്ങൾ 28ഓളം പേർക്ക് 30 സെന്റ് മുതൽ 2.5 ഏക്കർ വരെ ഞങ്ങൾക്ക് പട്ടയം അനുവദിച്ച് പട്ടയം കിട്ടിയവരാണ് ഈ കൂട്ടത്തിൽ നിൽക്കുന്നവരെല്ലാം. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ മ്ലാമല പുതുവൽ, തേങ്ങാക്കൽ പുതുവൽ, 110 പുതുവൽ, ലാൻഡ്രം പുതുവൽ എന്നീ മേഖലയിലാണ് ഇവർ കഴിയുന്നത്. ഏലപ്പാറ, മഞ്ചുമല, പീരുമേട് വില്ലേജുകളുടെ അതിർത്തി മേഖലയാണ് ഇവിടം. നിലവിൽ ഈ കുടുംബങ്ങൾ ഏലപ്പാറ വില്ലേജിന് കീഴിലാണ്. എന്നാൽ ഭൂമിയുടെ രേഖകൾ പീരുമേട് വില്ലേജിലും. ഇതാണ് പോക്കുവരവ് ചെയ്യാൻ തടസ്സം. ഈ വസ്തുത നിലനിൽക്കെ നടപടിക്രമങ്ങളിൽ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടാകുന്ന മെല്ലപ്പോക്ക് കുടുംബങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. ഒരാൾക്ക് 30 സെന്റ് മുതൽ 2.5 ഏക്കർ വരെ സ്ഥലമുണ്ട്. കർഷകരും തോട്ടം തൊഴിലാളികളുമാണ് ഇവർ. വീട് നിർമ്മാണം, മക്കളുടെ വിവാഹ ആവശ്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കായി പട്ടയം ഉപയോഗിച്ച് ലോൺ തരപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. നമുക്ക് ഇത് മേടിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. ഇന്ന് നാളെ വന്ന് ഇങ്ങനെ പറയുന്നു. ചെല്ലുമ്പോഴത്തേക്ക് ഉദ്യോഗസ്ഥരില്ലെന്നാണ് പറയുന്നത്. ഉദ്യോഗസ്ഥരുടെ മെല്ലപ്പോക്ക് മൂലം സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുകയാണിവർ. സർവേ നടപടികൾക്കായി പ്രത്യേക സമിതിയെ രൂപീകരിച്ചിട്ടുള്ളതായും നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഉടൻ തന്നെ പോക്കുവരവ് ചെയ്യാൻ കഴിയുമെന്നാണ് റവന്യൂ വകുപ്പിന്റെ വിശദീകരണം. ന്യൂസ് 18 ഇടുക്കി. മഹാപ്രളയത്തിൽ തകർന്ന മൂന്നാർ ഗവൺമെന്റ് കോളേജിന്റെ പുനർനിർമ്മാണത്തിനായി മണ്ണ് പരിശോധന ആരംഭിച്ചു. സ്വന്തമായി കെട്ടിടമില്ലാത്തതിനാൽ നിലവിൽ കോളേജ് പ്രവർത്തിക്കുന്നത് DTPCയുടെ ബജറ്റ് ഹോട്ടൽ കെട്ടിടത്തിലാണ്. 2018 പ്രളയത്തിൽ മൂന്നാർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ കെട്ടിട സമുച്ചയം പൂർണ്ണമായും തകർന്നിരുന്നു. വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുള്ളതിനാൽ കോളേജ് നിലനിന്നിരുന്ന സ്ഥലത്ത് പുനർനിർമ്മാണം സാധ്യമല്ലെന്ന് കണ്ടെത്തിയിരുന്നു.
ഇതേ തുടർന്നാണ് ബജറ്റ് ഹോട്ടൽ, എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയുടെ ഭൂമിയും സമീപത്തെ റവന്യൂ ഭൂമിയും ഉൾപ്പെടുത്തി 20 ഏക്കർ ഭൂമി ഏറ്റെടുത്തത്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ ജിയോ ടെക്നിക്കൽ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ മണ്ണ് പരിശോധന. മൂന്നാർ DTPC കെട്ടിടത്തോട് ചേർന്നിട്ടുള്ള പ്രദേശവും എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഭൂമിയും അതേപോലെ ഈ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന റവന്യൂ ഭൂമിയും ഉൾപ്പെടെയുള്ള 20 ഏക്കറോളം സ്ഥലമാണ് നിലവിൽ ഇതിനു വേണ്ടിയിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഈ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലത്തുള്ള സോയിൽ ടെസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു വരുന്നു. തിരുവനന്തപുരം CET എഞ്ചിനീയറിംഗ് കോളേജിന്റെ ജിയോ ടെക്നിക്കൽ വിങ്ങാണ് ഈ സോയിൽ ടെസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കുന്നത്. കോളേജ് നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് CPM, CPI, വിദ്യാർത്ഥി യുവജന സംഘടനകൾ പരസ്പരം പഴിചാരി രംഗത്തെത്തിയിരുന്നു. സ്വന്തമായി കെട്ടിടമില്ലാത്തതിനാൽ കോളേജിന്റെ പ്രവർത്തനം പരിമിതമായ സാഹചര്യങ്ങളിലാണ്. ന്യൂസ് 18 മൂന്നാർ. കാസർഗോഡ് നീലേശ്വരം ബസാർ തളിയിൽ അമ്പലം റോഡ് ആധുനികവൽക്കരിക്കും. ഇതിനായി 5 കോടി രൂപയുടെ സാങ്കേതിക അനുമതി ലഭിച്ചു. പദ്ധതി യാഥാർത്ഥ്യമായാൽ കാസർഗോഡ് ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന നീലേശ്വരത്തിന് ഇത് മുതൽക്കൂട്ടാകും. നീലേശ്വരത്തൂടെ കടന്നുപോകുന്ന രാജാ റോഡുമായി ബന്ധിപ്പിക്കുന്ന 5 മുനിസിപ്പൽ റോഡുകളെ ചേർത്താണ് പദ്ധതി. 1.5 കിലോമീറ്റർ ദൂരത്തിൽ 3.80 മീറ്റർ മുതൽ 7 മീറ്റർ വരെ ടാറിംഗ് ചെയ്ത് ആധുനികവൽക്കരിക്കുന്ന പദ്ധതിയാണിത്. നീലേശ്വരം ബസാർ, തളിയിൽ അമ്പലം റോഡ്, ശ്രീവത്സം തെരു റോഡ്, നീലേശ്വരം വില്ലേജ് ഓഫീസ്, തളിയിൽ അമ്പലം റോഡ്, ശ്രീവത്സം രാജ ലിങ്ക് റോഡ്, ചിറ കരിഞ്ചാത്തം വയൽ റോഡ് എന്നിവയാണ് പദ്ധതിയിൽ വരുന്നത്. ശ്രീവത്സം തെരുവ് റോഡിന് 2 ഭാഗത്തും മറ്റ് റോഡുകളിൽ 1 ഭാഗത്തും ഡ്രെയിനേജ് സംവിധാനമുണ്ടാകും. കവറിംഗ് സ്ലാബ്, കൾവേർട്ട്, ഇന്റർലോക്ക് നടപ്പാത, ഹാൻഡ് റെയിൽ എന്നിവയും സ്ഥാപിക്കും. ഒപ്പം സുരക്ഷാ സംവിധാനങ്ങളായ സെന്റർ ലൈൻ സ്റ്റഡ്, സൂചനാ ബോർഡുകൾ എന്നിവയുമാണ് 2021-2022 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ന്യൂസ് 18 നീലേശ്വരം. ഇടുക്കി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന കല്ലാർ വട്ടിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിച്ചു. താഴത്തെ കല്ലാറിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. അഡ്വക്കേറ്റ് A. രാജ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കല്ലാർ വട്ടിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. മുൻപ് പഴയ കെട്ടിടം സ്ഥിതി ചെയ്തിരുന്ന താഴത്തെ കല്ലാറിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നത്. പ്രദേശത്തിന്റെ ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് അത് ഗവൺമെന്റ് അടുത്ത് സമ്മർദ്ദം ചെലുത്തി എങ്ങനെ നേടിയെടുക്കാൻ കഴിയും എന്നുള്ള നിലയിൽ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് ഈ ഫണ്ട് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി വലിയൊരു ശ്രമം ആരംഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തരക്കിലിടാൻ കഴിഞ്ഞിട്ടുണ്ട്. ആർദ്ര മിഷൻ പദ്ധതിയുടെ ഭാഗമായി കല്ലാർ വട്ടിയാർ PHCയെ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി മികച്ച സേവനവും അടിസ്ഥാന സൗകര്യവും ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നത്. ചടങ്ങിൽ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് M. ഭവ്യ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ലാലു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CS അഭിലാഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 കല്ലാർ. കാസർഗോഡ് ചെറുവത്തൂരിൽ അടച്ചുപൂട്ടിയ കൺസ്യൂമർ ഫെഡ് മദ്യശാലയിൽ സ്റ്റോക്ക് എടുക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ ചുമട്ടുതൊഴിലാളികൾ തടഞ്ഞു. സ്ഥാപനം ഇവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞാണ് ചുമട്ടുതൊഴിലാളികൾ ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. കൺസ്യൂമർ ഫെഡ് കണ്ണൂർ റീജിയണൽ മാനേജർ R. പ്രദീപ് കുമാറിന്റെ നിർദ്ദേശാനുസരണമാണ് ഉദ്യോഗസ്ഥർ സ്റ്റോക്ക് എടുപ്പിനെത്തിയത്. ഏറെ വിവാദങ്ങൾക്കും അനിശ്ചിതത്വത്തിനും ഒടുവിൽ ആരംഭിച്ച മദ്യവിൽപ്പനശാലയ്ക്ക് 2ാം ദിവസം തന്നെ അടച്ചുപൂട്ടേണ്ടി വന്നിരുന്നു. സമീപത്തെ തന്നെ സ്വകാര്യ ബാറിന് വേണ്ടിയാണ് മദ്യശാല അടച്ചുപൂട്ടിയത് എന്ന ആരോപണം ശക്തമായിരുന്നു. മദ്യശാല മാറ്റാൻ അനുവദിക്കില്ലെന്നും അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടത് ആരെന്ന് വ്യക്തമാക്കണമെന്നും പറഞ്ഞായിരുന്നു ചുമട്ടുതൊഴിലാളികളുടെ പ്രതിഷേധം. തൃശൂർ പുന്നയൂർക്കുളം ആൽത്തറയിലെ ബസ് സ്റ്റാൻഡ് വാഗ്ദാനത്തിൽ ഒതുങ്ങി. ബസ് സ്റ്റാൻഡ് സ്ഥാപിക്കാൻ നേരത്തെ പഞ്ചായത്ത് നീക്കം നടത്തിയിരുന്നുവെങ്കിലും പുതിയ ഭരണസമിതി ഇക്കാര്യത്തിൽ ഒരു നടപടിയും എടുക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പുന്നയൂർക്കുളം ആൽത്തറയിൽ ബസ് സ്റ്റാൻഡ് വേണമെന്നത് വർഷങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യമാണ്. തെരഞ്ഞെടുപ്പ് വേളയിൽ മുന്നണികളുടെ വാഗ്ദാനങ്ങളിലൊന്നാണ് ആൽത്തറയിൽ ബസ് സ്റ്റാൻഡ്. എന്നാൽ കാര്യമായ പ്രവർത്തനം നടന്നിട്ടില്ല. കുന്നംകുളം, പൊന്നാനി, എടപ്പാൾ, തൃശൂർ, ചങ്ങരംകുളം, ചാവക്കാട്, എടക്കര, ചെറായി, പഴഞ്ഞി, അക്കിക്കാവ് എന്നിവിടങ്ങളിലേക്കാണ് പ്രധാനമായും ആൽത്തറ ബന്ധിപ്പിച്ച് ബസ് റൂട്ടുകളുള്ളത്. നിലവിൽ 3ഇടത്താണ് ബസ് സ്റ്റോപ്പുള്ളത്. പക്ഷേ ഇരിപ്പിടങ്ങളോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ പൊതു ശുചിമുറിയോ ഇല്ല. 40ഓളം സ്വകാര്യ ബസ്സുകൾ 300-ലധികം സർവീസുകളാണ് ഒരു ദിവസം ആൽത്തറ ബന്ധിപ്പിച്ച് നടത്തുന്നത്. ഇതിൽ 11 ബസ്സുകൾ ആൽത്തറയിൽ നിന്ന് സർവീസ് ആരംഭിക്കുന്നവയാണ്.
സമീപത്തെ കച്ചവട സ്ഥാപനങ്ങളുടെ വരാന്തയിലാണ് യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത്. നിലവിൽ ബസ് നിർത്താൻ പോലും സൗകര്യമില്ല. റോഡിലാണ് ബസ്സുകൾ നിർത്തുന്നത്. ഇത് തർക്കങ്ങൾക്ക് വഴിവെക്കും. 300-ലധികം കച്ചവട സ്ഥാപനങ്ങളും പഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ, വില്ലേജ് ഓഫീസ്, ഹോമിയോ ഡിസ്പെൻസറി, പഞ്ചായത്ത് ലൈബ്രറി, കമലാ സുരയ്യ സമുച്ചയമടക്കം പഞ്ചായത്തിന്റെ പ്രധാന സ്ഥലമാണ് ആൽത്തറ. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ യാതൊരു സൗകര്യവും ഇവിടെയില്ല. ആൽത്തറയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ ഏറ്റെടുത്ത് വികസനം സാധ്യമാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 തൃശൂർ. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനാചരണവും ആഡ് ഓൺ കോഴ്സ് വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. യമനിലെ തമൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർ അസിസ്റ്റന്റ് അലി മുഹമ്മദ് അലി അസ്ലാമി ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്തെ സാംസ്കാരിക വിനിമയം സാധ്യമാക്കിയതിൽ അറബി ഭാഷ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രിൻസിപ്പൽ CD ദിലീപ് അധ്യക്ഷത വഹിച്ചു. AKM ഹദിയത്തുള്ള മുഖ്യപ്രഭാഷണം നടത്തി. വയോജനങ്ങൾക്ക് ഉല്ലാസയാത്ര സംഘടിപ്പിച്ച് തൃശൂർ മറ്റത്തൂരിലെ കടമ്പോട് വയോജന ക്ലബ്ബ്. വയോധികരുടെ മാനസിക ഉണർവ് ലക്ഷ്യമിട്ടാണ് യാത്ര സംഘടിപ്പിച്ചത്. 49 പേരാണ് ഉല്ലാസയാത്രയിൽ പങ്കെടുത്തത്. മെട്രോയിൽ എറണാകുളത്തെത്തിയ സംഘം ജലമെട്രോ യാത്ര നടത്തി. ഫോർട്ട് കൊച്ചിയിലെയും മട്ടാഞ്ചേരിയിലെയും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളും കണ്ടു. പുതുവൈപ്പിൻ ബീച്ചിലെ കാഴ്ചകളും കണ്ടാണ് സംഘം മടങ്ങിയത്. ഒരു പകൽ മുഴുവൻ ഉല്ലസിക്കാനായതിന്റെ സന്തോഷം അവർ പങ്കുവച്ചു. മറ്റത്തൂരിലെ കടമ്പോട് വയോജന ക്ലബ് ആണ് യാത്ര സംഘടിപ്പിച്ചത്. വയോജന ക്ലബ് ഭാരവാഹികളായ പിയൂസ് സിറിയക്, TD ശ്രീധരൻ, PS അംബുജാഷൻ, പഞ്ചായത്ത് അംഗം സുമിത ഗിരീഷ്, അംഗനവാടി ടീച്ചർ ഷാലി തുടങ്ങിയവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് 18 മറ്റത്തൂർ. സംസ്കൃതത്തിലെ പാരമ്പര്യവും അറിവിന്റെ സൃഷ്ടിയും സമകാലിക വ്യവഹാരങ്ങൾ പുനർചിന്തനം എന്ന വിഷയത്തിൽ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ സെമിനാർ സംഘടിപ്പിച്ചു. സംസ്കൃത വകുപ്പിന്റെ നേതൃത്വത്തിൽ 3 ദിവസങ്ങളിലായാണ് സെമിനാർ നടക്കുന്നത്. പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ ഇന്റർനാഷണൽ സെമിനാർ സീരീസിന്റെ ഭാഗമായാണ് സെമിനാർ. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ TP മഹാദേവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആസ്ട്രിയയിലെ വിയന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബോറിയൻ ലാരിസ് മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ CD ദിലീപ് അധ്യക്ഷനായി. സംസ്കൃത ഭാഷാ ചരിത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രഭാഷണം നടക്കും. സെമിനാർ നാളെ സമാപിക്കും. ഇടുക്കി നെടുങ്കണ്ടത്ത് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച 51 സ്ത്രീകളെ ആദരിച്ചു. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായാണ് ആദരവ് സംഘടിപ്പിച്ചത്. ഹൈറേഞ്ചിലെ സാമൂഹിക, സാംസ്കാരിക, കലാരാഷ്ട്രീയ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെയും തൊഴിൽ ഇടങ്ങളിൽ വ്യത്യസ്തത പുലർത്തിയ സ്ത്രീകളെയുമാണ് ആദരിച്ചത്. നെടുങ്കണ്ടം നന്മ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല പുരസ്കാര ജേതാവും മിമിക്രി താരവുമായ ദേവനന്ദ രതീഷിന് പ്രത്യേക ആദരവ് നൽകി. പരിപാടി ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് IAS ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക വേദി പ്രസിഡന്റ് കുഞ്ഞുമോൻ കുട്ടിക്കൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് 18 നെടുങ്കണ്ടം. കോഴിക്കോട് മുക്കത്ത് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. വർണ്ണോത്സവം എന്ന പേരിലായിരുന്നു പരിപാടി. പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂളിൽ നടന്ന കലോത്സവം മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു ഉദ്ഘാടനം ചെയ്തു. 100ഓളം കുട്ടികൾ പങ്കെടുത്തു. ചടങ്ങിൽ ദേശീയ, സംസ്ഥാന തലങ്ങളിൽ മികച്ച നേട്ടം കൈവരിച്ച കുട്ടികളെ ആദരിച്ചു. ക്യാൻസർ ബാധിച്ച് തന്റെ വലതുകാൽ മുറിച്ചു മാറ്റേണ്ടി വന്ന മാരത്തണോട്ടക്കാരനാണ് തൃശൂർ അരിമ്പൂർ സ്വദേശി കണ്ണൻ. ഇപ്പോൾ ഉപജീവനത്തിനായി ഒറ്റക്കാലിൽ തന്റെ ഓട്ടോയുമായി റോഡിലിറങ്ങുകയാണ്. ടൈൽ പണിക്കാരനായ കണ്ണൻ എന്ന വിനോദിനാണ് 7 മാസം മുൻപ് വലതുകാൽ നഷ്ടപ്പെട്ടത്. പരിമിതികളെ മറികടന്ന് അതിജീവനം തേടുന്ന കണ്ണന് പിന്തുണയുമായി ഓട്ടോ തൊഴിലാളികൾ രംഗത്തുണ്ട്. അരിമ്പൂരിൽ നിന്ന് തൃശൂർ സ്വരാജ് റൗണ്ട് കറങ്ങി 20 കിലോമീറ്റർ ദൂരം വരെ നിഷ്പ്രയാസം ഓടി തിരികെ എത്തിയിരുന്ന കാലം കണ്ണനുണ്ടായിരുന്നു. ദക്ഷിണേന്ത്യയിലെ 150ഓളം മാരത്തോൺ മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിരുന്നു. കണ്ണന്റെ കുതിപ്പിന് ഊർജം പകർന്നിരുന്ന കാലുകളിലൊന്നിൽ 1 വർഷം മുൻപ് ക്യാൻസർ ബാധിച്ചു. ഒടുവിൽ വലതുകാൽ മുട്ടിനു മുകളിൽ വെച്ച് മുറിച്ചുമാറ്റി. നാട്ടുകാർ സമാഹരിച്ചു നൽകിയ തുക കൊണ്ട് ഓപ്പറേഷനും ഇതുവരെയുള്ള ചിലവുകളും നടന്നു. വാർദ്ധക്യത്തിന്റെ അവശതകൾ അനുഭവിക്കുന്ന അമ്മയെയും ഭാര്യയെയും വിദ്യാർത്ഥികളായ 2 മക്കളെയും പോറ്റണമെങ്കിൽ
ഇല്ലെങ്കിൽ വീട്ടിലിരുന്നാൽ നടക്കില്ലെന്ന് കണ്ണൻ മനസ്സിലാക്കി. ഭാര്യയ്ക്ക് കുടുംബശ്രീ ക്യാൻറ്റീനിൽ സഹായിയായി ചെറിയൊരു ജോലി ഏർപ്പാടാക്കി. ഇതിനിടെ OVS ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടന ഇലക്ട്രിക് ഓട്ടോയും കൃത്രിമക്കാലും നൽകി. അതിജീവനത്തിനായി കഴിഞ്ഞ ദിവസം കണ്ണൻ രംഗത്തിറങ്ങി. വീട്ടിൽ കിടന്ന ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയിലൂടെ അരിമ്പൂർ സെന്ററിലെ ഓട്ടോ സ്റ്റാൻഡിലേക്ക്. കണ്ണന്റെ വരവറിഞ്ഞ മറ്റു ഓട്ടോ ഡ്രൈവർമാർ സന്തോഷത്തോടെ സ്വീകരിച്ചു. എല്ലാത്തിനും പൂർണ്ണ പിന്തുണയും നൽകി. ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലിൽ വീണുപോയ കണ്ണന് താങ്ങായി ഇനി അരിമ്പൂരിലെ ഓട്ടോ തൊഴിലാളികൾ കൂടെയുണ്ടാകും. ഗ്രാമവീഥികൾ താണ്ടി നഗരത്തിലും യാത്രക്കാരെയും കൊണ്ട് കണ്ണന്റെ ഓട്ടോ നിർബാധം യാത്ര തുടരും. ന്യൂസ് 18 തൃശൂർ. മൂന്നാർ ടൗണിൽ നിർമ്മിച്ചിട്ടുള്ള കാലപ്പഴക്കം ചെന്ന നടപ്പാലങ്ങളുടെ ബലക്ഷമത ഉറപ്പുവരുത്താൻ നടപടി വേണമെന്നാവശ്യം. ദിവസങ്ങൾക്ക് മുൻപ് ടൗണിൽ നടപ്പാലം തകർന്നു വീണതിനെ തുടർന്ന് ഒരാൾക്ക് പരിക്കുപറ്റിയിരുന്നു. ദിവസവും നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന മഴവിൽ പാലവും ചർച്ചിൽ പാലവും ഒക്കെ ബലക്ഷമത ഉറപ്പുവരുത്തി സുരക്ഷിതമാക്കണമെന്നാണ് ആവശ്യം. ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മൂന്നാർ ടൗണിൽ നല്ലതണ്ണി സ്റ്റാൻഡിന് സമീപം നടപ്പാലം തകർന്നു വീണ് ഒരാൾക്ക് പരിക്കേറ്റത്. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച പാലത്തിലൂടെ ആദ്യകാലത്ത് വാഹനങ്ങൾ കടന്നുപോയിരുന്നു. പിന്നീട് ബലക്ഷയം വന്നതോടെ കാൽനടയാത്രയ്ക്ക് മാത്രമായി പാലം വിനിയോഗിച്ചു തുടങ്ങി. ഇതിനിടെയാണ് പാലത്തിന്റെ മധ്യഭാഗം തകർന്നു വീണതും ഒരാൾക്ക് പരിക്കേറ്റതും. ടൗണിൽ കാൽനടയാത്രയ്ക്ക് മാത്രമായി ഉപയോഗിക്കുന്ന വേറെയും പാലങ്ങളുണ്ട്. മാട്ടുപ്പെട്ടി സ്റ്റാൻഡിന് സമീപമുള്ള മഴവിൽ പാലത്തിലൂടെയും ചർച്ചിൽ പാലത്തിലൂടെയുമൊക്കെ ദിവസവും നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്നു. ഈ പാലങ്ങളുടെ ബലക്ഷമത ഉറപ്പുവരുത്തണമെന്നാണ് ആവശ്യം. ചർച്ചിൽ പാലത്തിന് ഏറെക്കാലത്തെ പഴക്കമുണ്ട്. മഴവിൽ പാലത്തിന്റെ പല ഭാഗങ്ങളും തുരുമ്പെടുത്ത് നശിച്ചു കഴിഞ്ഞു. ഇരു പാലങ്ങളിലും സദാസമയവും കാൽനട യാത്രക്കാരുടെ തിരക്കുമുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള അപകടം സംഭവിച്ചാൽ അത് ദുരന്തത്തിന് ഇടവരുത്തും. ന്യൂസ് 18 മൂന്നാർ. തിരുവനന്തപുരം വർക്കല ടൗണിലും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും അലക്ഷ്യമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലം അപകടങ്ങൾ പതിവാകുന്നു. ടൗണിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. വർക്കല റെയിൽവേ സ്റ്റേഷന് സമീപത്തെ റോഡിന്റെ ഇരുവശങ്ങളിലായി ഇരുചക്രവാഹനങ്ങളും കാറുകളും അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് മൂലം ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുകയാണ്. ട്രെയിൻ മാർഗം ജോലിക്ക് പോകുന്നവരാണ് അലക്ഷ്യമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. റെയിൽവേ സ്റ്റേഷന് മുൻവശത്ത് സ്വകാര്യ ബസ്സുകൾ യാത്രക്കാരെ അനധികൃതമായി കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് ഉണ്ടായിട്ടും സ്റ്റാൻഡിനുള്ളിൽ യാത്രക്കാരെ കയറ്റില്ല. ചില ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതെ പോകുന്നത് മൂലം യാത്രക്കാരും യഥാസമയം ബസ് കിട്ടാതെ വലയും. ഇതോടെ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് ഇന്ന് മദ്യപാനികളുടെയും സാമൂഹ്യവിരുദ്ധരുടെയും താവളമായി മാറുകയാണ്. ബന്ധപ്പെട്ട അധികാരികളുടെ മേഖലയിൽ നിന്നും അതിന് വേണ്ടുന്ന ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. അത് ഈ പരിസരവാസികൾ, ഇവിടുത്തെ പരിസരവാസികൾക്കും അതുപോലെ തന്നെ യാത്രക്കാർക്കും അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ നിരന്തരമായ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത്. നല്ലൊരു ടോയ്ലറ്റ് പോലും ഇല്ല. വരുന്ന യാത്രക്കാർക്ക് അവര് ഇവിടെ ഈ ഒഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ നമ്മളെ വഴിയിലൊക്കെയാണ് അവര് പല വിസർജന എല്ലാം നടത്തും. ബസ് സ്റ്റാൻഡിനകത്തുള്ളത് അവർ കൂട്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിക്കുന്നില്ല. അതിന് നമ്മളെല്ലാ രീതിയിലും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇതിനൊരു പരിഹാരം അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. വർക്കല താലൂക്ക് ആശുപത്രിയിലേക്കും അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും രോഗികളുമായി പോകുന്ന ആംബുലൻസുകൾക്കും ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ട് മണിക്കൂറുകളോളം കിടക്കേണ്ട അവസ്ഥയാണ്. നഗരസഭ ബസ് സ്റ്റാൻഡിനുള്ളിൽ യാത്രക്കാരെ കയറ്റിയാൽ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാം എന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 വർക്കല. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. നിളപോലൊഴുകുന്ന നാട്ടുവിശേഷങ്ങൾ നിങ്ങളിലെത്തിക്കാൻ ഏലമലക്കാടുകളും തേയിലത്തോട്ടങ്ങളും വാർത്തകൾ ചുരമിറങ്ങിയാലും എറണാകുളത്തിന്റെ കിഴക്കൻ മേഖലകൾ, മലയാളം പറയുന്ന നാഞ്ചിരാനിന്റെ വിശേഷങ്ങളും സപ്തഭാഷ സംഗമഭൂമി, തേജസ്വിനിയുടെ തീരം, പള്ളിയോടങ്ങടെ നാട്, കഥകളി പിറന്ന നാട്, ഗുരുവായൂർ ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, ഭാഷാപിതാവിന്റെ നാട്ടിൽ ചെങ്കോട്ട പിന്നിട്ട് പുളിയറ കഴിഞ്ഞാൽ കേരളമായി. കേരളത്തിന് വെളിച്ചം പകരുന്ന സ്വന്തം അണക്കെട്ട്, കടലും തിരയും കഥ പറയുന്ന വർക്കല, കളരിയുടെ മണ്ണ്. തൊടുപുഴ ഇപ്പോൾ സിനിമാക്കാരുടെ ഭാഗ്യ ലൊക്കേഷനാണ്. കേരളത്തിന്റെ സ്വന്തം വയനാട്, കേരളത്തിന്റെ കശ്മീരിൽ നിന്ന് മലയോര കർഷകന്റെ പുണ്യഭൂമി. മഞ്ചേശ്വരം മുതൽ കളിയിക്കാവിള വരെ കേരളത്തിന്റെ ഓരോ വാർത്താ സ്പന്ദനവും. ഞാൻ കെ വി ബൈജു.
ഞാൻ വിഷ്ണു പട്ടാമ്പി. ഓരോ മലയാളിയും റിപ്പോർട്ടർമാരാകുന്ന വാർത്താനുഭവം. വലിപ്പചെറുപ്പമില്ലാത്ത സകലമാന വാർത്തകളുടെ അരമണിക്കൂർ. സകലമാന കേരളം. ഈ പരിപാടി